ഹായ് ഓൾ ഡാലിയ കളക്ഷൻസിന്റെ എല്ലാ കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ സപ്ലൈക്കോടെ തൊട്ടടുത്തുള്ള ബിൽഡിംഗ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഇന്ന് എന്താ കാണാൻ പോകുന്നത് നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് ധാവണിയുടെ കളക്ഷൻസ് ആണ് കാണാൻ പോകുന്നത്. ഓണമൊക്കെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ധാവണിയുടെ കളക്ഷൻസ് ആണ് കാണാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഇത് കൂടെ ഇന്ന് ചിഹ്നം ഉണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. കാരണം ഒരു പാറ്റേൺ ഒന്ന് ഇട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം വളരെ ബജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ് നമ്മൾ ഇന്ന് ധാവണീസ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും ഞാൻ വെയർ ചെയ്തിരിക്കുന്നതും ചിഹ്നം വെയർ ചെയ്തിരിക്കുന്നതും നല്ലൊരു പ്രൈസ് റേഞ്ചിൽ വരുന്ന സെറ്റുകളാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് വേറെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചിഹ്നം കൂടെ ഞാൻ കൂട്ടിയേക്കുന്നത്. അപ്പൊ നമുക്ക് വേഗം ഇന്നത്തെ കളക്ഷൻസ് നമ്മൾ ഇന്ന് ധാവണി കളക്ഷൻസ് ആണ് കാണാൻ പോകുന്നത്. അതും ഒരു ബജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ. കാരണം ധാവണിയൊക്കെ നിങ്ങൾക്ക് അറിയാം, ഓൾമോസ്റ്റ് നമുക്കൊരു ടിഷ്യൂ ഫാബ്രിക്കിലൊക്കെ വരുമ്പോൾ നല്ലൊരു റേഞ്ചിലാണ് വരിക. അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും ഒക്കെ ഒരു അഫോർഡബിൾ ആവുന്ന റേറ്റിൽ ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ. ഇതുപോലെ വരും ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ. ഇതിന്റെ ഒരു കോമ്പിനേഷൻ വരുന്നത് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് വരുന്നത്. നിറയെ ബുട്ട വീവിങ് വരുന്നുണ്ട്. നിറയെ ബുട്ടാസ് ഇതിനകത്ത് വരും. നല്ല ജസ്റ്റ് ഒരു പടി ഇങ്ങനെ കൊടുത്തിട്ട് ഇതിന്റെ ബോർഡർ വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിൽ. ഞാൻ ഈ വേറെ ഇരിക്കുന്ന സെയിം തന്നെയാണ് വരുന്നത്. ഇതിന്റെ ബോർഡർ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. നല്ലൊരു ഒരു എന്താ പറയാ, ഒരു ഗോൾഡൻ ഷെയ്ഡ്, ഒരു ആന്റി ഗോൾഡൻ ഷെയ്ഡിലാണ് അതിന്റെ ആ ഒരു വർക്ക് പോകുന്നത്. പടി കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്ന ആ ഒരു പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ. ഇതിങ്ങനെ ഡോറീസ് കൊടുത്തിട്ടുണ്ട്. എൻഡിൽ ആ ഒരു ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് ടാസിലായിട്ട് കൊടുത്തേക്കുന്നത്. ഇതിങ്ങനെ വരും. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഓണത്തിന്റെ ഒക്കെ ഒരു ഫംഗ്ഷന്, പാർട്ടിക്ക് ഇപ്പൊ സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ ഫാമിലിയിൽ തന്നെയൊക്കെയാണെങ്കിൽ നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് ഓണത്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു പാർട്ടിക്കെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതും ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ്. ഈ ബ്ലൗസ് പീസിന്റെ മെറ്റീരിയലും ഷോളും വരുന്നത് വിചിത്ര സിൽക്കിൽ തന്നെയാണ് കേട്ടോ. നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വിചിത്ര സിൽക്കാണ് വരുന്നത്. ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ വരും. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഇപ്പൊ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇവിടെ ഉണ്ട് ഒരു റെഡി ടു വെയർ ആയിട്ടുള്ള ബ്ലൗസ് പീസ്. അപ്പോൾ അതിന് അത്ര മാച്ച് അല്ല വരുന്നത്. ഗ്രീൻ ഷെയ്ഡ് ആണെങ്കിൽ അത്ര മാച്ച് ആയിട്ടല്ല വരുന്നത്. അങ്ങനെ മെറ്റീരിയൽ വേറെ ചെയ്തത് അതിനൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ ഒരു ബോർഡറും കൂടെ ബ്ലൗസ് പീസിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ആ ഒരു ഫിനിഷിങ് കിട്ടും ഇതിന്. ഇതും വിചിത്ര സിൽക്ക് തന്നെയാണ് മെറ്റീരിയൽ. അതുപോലെ തന്നെ ഇതിന്റെ ഷോള് വരുന്നതും വിചിത്ര സിൽക്ക് തന്നെയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ഷോള് വരുന്നത്. ഇതുപോലെ തന്നെ ഷോളും കൂടെ ആ ഒരു നല്ലൊരു മാച്ചിങ് അല്ലേ ആ ഒരു കളർ ഷെയ്ഡുമായിട്ട്. ഇതാണ് അതിന്റെ ഷോള് വരുന്നത്. ഷോളിന്റെ എൻഡിൽ ഇതുപോലെ ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇത് കണ്ടോ, ഇത് സെയിം ആണ്. നമുക്ക് ഇങ്ങനെ വെയർ ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെയാണ് അതിന്റെ എൻഡ് ഭാഗം വരുന്നത്. രണ്ട് എൻഡിലും ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു ലുക്ക്. അതിന്റെ ഒരു വ്യൂ വരുന്നത് ഇതുപോലെ ആയിരിക്കും കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് 999 ആണ്. 999 രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഞാൻ ഇതിന്റെ മെഷർമെന്റ്സ് ജസ്റ്റ് ഒന്ന് പറയാം. സ്കേർട്ടിന്റെ ലെങ്ത് വരുന്നത് 39 ആണ് കേട്ടോ. 39 വരെ നമുക്ക് ലെങ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അവരവരുടെ ഹൈറ്റിനനുസരിച്ച് വേണം നിങ്ങൾ അത് പർച്ചേസ് ചെയ്യാനായിട്ട്. 39 ആണ് സ്കേർട്ടിന്റെ ലെങ്ത് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ടൈ ചെയ്യാനുള്ളതുകൊണ്ട് ഫ്രീ സൈസ് ആയിട്ട് നമുക്ക് പറയാം. ഷോളിന്റെ ലെങ്ത് വരുന്നത് 2.5 മീറ്റർ ആണ്. ബ്ലൗസ് പീസ് 1.15 വരെ ഉണ്ട്. 1 മീറ്ററും 1.15 ആണ് ബ്ലൗസ് പീസ് വരുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇതിന്റെ കളർ ചേഞ്ചസ് നമുക്ക് നോക്കാം. പ്രൈസ് വരുന്നത് 999. നെക്സ്റ്റ് വരുന്ന സ്കേർട്ട് വരുന്നത് ഇതാണ്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതിലും കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഒരു ഗോൾഡൻ ഷെയ്ഡ് അല്ലെങ്കിൽ ക്രീം ഷെയ്ഡ് കൂടുതൽ വരുന്നുണ്ട് ഇതിനകത്തേക്ക്. അതുപോലെ ഇതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഇതുപോലെ ഒരു വൈൻ ഷെയ്ഡ്, ഡാർക്ക് വൈൻ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ. അതിനകത്ത് ആ ഒരു ഡോറീസ് കൊടുക്കുന്നതിന്റെ എൻഡിലും ഈ ഒരു ചെറിയൊരു ടാസൽ പോലെ ഇതിങ്ങനെ വൈൻ ഷെയ്ഡിൽ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഫ്ലെയർ ആണ് കേട്ടോ. നല്ല ഫ്ലെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം, ഇടാൻ പറ്റും. കുറേ ഫ്ലെയർ ആയിട്ട് കിട്ടും. അതുപോലെ ബ്ലൗസ് പീസ് ഇതിന്റെ ഇങ്ങനെ വരും. ആ സ്കേർട്ടിൽ വരുന്ന ആ സെയിം ബോർഡർ തന്നെയാണ് ബ്ലൗസ് പീസിലും കൊടുത്തിരിക്കുന്നത്. അത് നല്ല സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമായിട്ടിരിക്കും കേട്ടോ. ഷോള് വരുന്നത് ഇതുപോലെയാണ്. സെയിം കളറിൽ തന്നെ വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത്. സെയിം ടോണിൽ തന്നെ വരും. ഇതുപോലെ ഷോളും കൂടെ വരും. പ്രൈസ് സെയിം തന്നെയാണ്. 999 ആണ് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ്. നെക്സ്റ്റ് വരുന്നത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട സെയിം കളർ ഷെയ്ഡ് തന്നെയാണ് ഇതിനകത്തും വരുന്നത്. ഫുൾ ആയിട്ടും ആ ഒരു ബുട്ട വരുന്നുണ്ട്. ഇതിനകത്ത് ഡാർക്ക് നേവി ബ്ലൂ ആണ് പോകുന്നത് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ നല്ല ഫ്ലെയർ ആണ്. ഇതിനകത്ത് ഉള്ളിൽ ലൈനിങ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ വരും. ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത്. ഇതാണ് ബോർഡർ ഇങ്ങനെ വരും. നല്ല രസമല്ലേ കാണാനായിട്ട്. അതായത് വിചിത്ര സിൽക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒതുങ്ങി നല്ല ഭംഗിയായിട്ട് കിടക്കും. അപ്പൊ അതുകൊണ്ട് നല്ല രസമായിരിക്കും കാണാനായിട്ടും. ഷോള് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. എല്ലാം ആ ഒരു സ്കേർട്ടിന്റെ ആ ബോർഡർ കൊടുക്കുന്നതിനനുസരിച്ച് ആ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡ് തന്നെയാണ് ഷോളും ബ്ലൗസും വരുന്നത്. ഇങ്ങനെ ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിൽ. പ്രൈസ് 999 ആണ്. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് സ്കേർട്ടിന്റെ ആ ഒരു പാറ്റേൺ സെയിം തന്നെ വരുന്നു. ആ ഒരു കളർ ഷെയ്ഡിൽ നിറയെ ബുട്ടാസ് വരുന്നുണ്ട്. ഇതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ്. സ്കേർട്ട് നല്ല ഫ്ലെയർ ആയിട്ട് ഇതുപോലെ വരുന്നു. റെഡി ടു വെയർ ആണ് കേട്ടോ. നമുക്ക് ബ്ലൗസ് മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി, ബാക്കിയെല്ലാം സ്റ്റിച്ചഡ് ആണ്. ഇതാണ് അതിന്റെ ഇത് വരുന്നത്. ഡോറീസ് വരുന്നത് ഇതുപോലെ വരും.
ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ്. നല്ല ഭംഗിയായിട്ടുള്ള മെറൂൺ ഷെയ്ഡ്, നല്ല രസമായിരിക്കും. നമ്മളിങ്ങനെ കാണുന്നേക്കാളും നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അതിന്റെ ഭംഗി കുറച്ചുകൂടെ വരുന്നത് കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ആ സെയിം ഒരു സ്കേർട്ടിൽ വരുന്ന ആ സെയിം തന്നെയാണ്, ബോർഡർ തന്നെയാണ് ബ്ലൗസ് പീസിലും കൊടുക്കുന്നത്. രണ്ട് ഷോളും ബ്ലൗസും വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത്. ഷോൾ ഇതാണ് വരുന്നത്, 2.5 മീറ്റർ ആണ് ഫാബ്രിക് വരുന്നത്. ഇതുപോലെ നല്ല ഹെവി ആയിട്ട് ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രൈസ് സെയിം തന്നെയാണ്, 999 ആണ്. നമുക്ക് ഇനി അടുത്ത പാറ്റേൺ നോക്കാം. നമ്മൾ ഇനി കാണാൻ പോകുന്നത് ചിന്നു വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു സെറ്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് വരുന്ന വിചിത്ര സിൽക്ക് തന്നെയാണ് ഇത് ഫുൾ ആയിട്ട് വരുന്നത്. ഇതിന്റെ ഷോളും സ്കേർട്ടും ബ്ലൗസ് പീസും എല്ലാം വിചിത്ര സിൽക്കിൽ തന്നെയാണ് വരുന്നത്. ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ ഷെയ്ഡുകളാണ് വരുന്നത്. നമുക്ക് 2 ഷെയ്ഡുകൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് പ്രീ ബുക്കിംഗ് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്കിപ്പോൾ നമ്മൾ സാമ്പിൾ ആയിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ പറയുകയാണെങ്കിൽ നമുക്ക് വീണ്ടും സെറ്റ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതിന്റെ കളർ ചേഞ്ചസ് വേണമെങ്കിൽ നമുക്ക് അപ്പോൾ ഇപ്പം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് 2 ഷെയ്ഡുകളാണ് കേട്ടോ. അതിന്റെ ബോർഡറും ആ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഷെയ്ഡാണ് വ്യത്യാസം വരുന്നത്. ഇതിന്റെ സ്കേർട്ടിന്റെ ഷെയ്ഡ് വരുന്നത് ഇതുപോലൊരു സൺസെറ്റ് യെല്ലോ ഷെയ്ഡാണ്. ഭയങ്കര നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ചിന്നു ഇപ്പോൾ വേറെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അതിന്റെ ഒരു ഭംഗി. ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു സൺസെറ്റ് യെല്ലോ ആണ് അതിന്റെ കളർ ഷെയ്ഡ് വരുന്നത്. ബോർഡർ കൊടുക്കുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലും. അതിന്റെ ബോർഡറിൽ തന്നെ ചെറിയൊരു ബുട്ടാസ് വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് ബ്ലൗസ് പീസ് ആണ്. ഈ സെയിം പാറ്റേൺ തന്നെയാണ് ഇതിന്റെ സ്കേർട്ടിന്റെ എൻഡിലും പോകുന്നത്. ആ ബോർഡർ നല്ല വീതിക്ക് ഒരു ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അത് ഇത്രയും വീതിയിലാണ് അതിന്റെ ബോർഡർ വരുന്നത്. അതുപോലെ ഷോൾ വരുന്നതും വിചിത്ര സിൽക്ക് തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് ഗ്രീൻ ഷെയ്ഡ്, ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് തന്നെ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ ബ്ലൗസിന്റെ ആ ഒരു സെയിം പാറ്റേൺ, ബ്ലൗസിന്റെയും സ്കേർട്ടിന്റെ ടോപ്പിൽ ബോർഡർ ആയിട്ട് വരുന്ന അതിന്റെ ചെറിയൊരു പാച്ച്, ഒരു എന്താ പറയാ, ഒരു പൈപ്പിംഗ് പോലെ, അല്ലെങ്കിൽ ഒരു ഇത് കണ്ടോ, ഇതിങ്ങനെ ഷോളിന്റെ എൻഡിൽ ഇങ്ങനെ പൈപ്പിംഗ് പോലെ കൊടുക്കുന്നുണ്ട്, ചെറിയതായിട്ട് കേട്ടോ, വളരെ ചെറുതായിട്ട്. അപ്പൊ ഇതാണ് അതിന്റെ ഷോള് വരുന്നത്. അതുപോലെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ബ്ലൗസ് പീസ് നമ്മുടെ ഒരു ബ്രോക്കേഡ് ബ്ലൗസ്, ഇതിങ്ങനെ ആ ഒരു പാറ്റേൺ വന്ന് ശരിക്കും ഒരു ബ്രോക്കേഡ് ബ്ലൗസിന്റെ ആ ഒരു ഫീല് തരുന്നത് തന്നെയാണ് ഇത്. ശരിക്കും ഇതൊരു ത്രെഡിന്റെ വീവിങ് തന്നെയാണ് പോകുന്നത്. അതെ, ത്രെഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കോപ്പറിന്റെ വരുന്നതെല്ലാം കോപ്പറിന്റെ ചെറിയ വീവിങ് തന്നെയാണ് വരുന്നത്. ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും. ഇത് ശരി, ഇത് ചിന്നു ഇപ്പൊ വേറെ ചെയ്തിരിക്കുന്ന ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് തന്നെയാണ് വേറെ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതുണ്ട്, ഇതിന്റെ ആ ഒരു പൈപ്പിംഗ് ഇവിടെ കൊടുക്കുന്നതുകൊണ്ട് എല്ലാം കൂടെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. അപ്പം ഇതിന്റെ മെഷർമെന്റ്സ് പറയാം. ഇതിന്റെ സ്കേർട്ടിന്റെ ലെങ്ത് വരുന്നത് 40 വരെ നമുക്ക് ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ വിചിത്ര സിൽക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വാഷ് ചെയ്യണമെങ്കിൽ വാഷ് ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാനും പറ്റുന്നതാണ്. ഷോളിന്റെ ലെങ്ത് വരുന്നത് 2.5 മീറ്റർ തന്നെയാണ്. ബ്ലൗസ് പീസ് വരുന്നത് 1.15 വരെ നമുക്ക് ലെങ്ത് കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും കുറച്ച് വണ്ണം ഉള്ളവർക്ക് പോലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. കാരണം ബ്ലൗസ് ലെങ്ത് കുറവാണെങ്കിൽ അപ്പോൾ എല്ലാവർക്കും കിട്ടില്ല. അപ്പോൾ ഇത് 1.15 വരെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആവശ്യത്തിന് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ചുകൂടെ ലോങ് ആയിട്ട് സ്ലീവ് കുറച്ച് ഇറക്കി തയ്ക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും കിട്ടും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റൈൽ അനുസരിച്ച് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് വരുന്നത്. സെറ്റിന്റെ പ്രൈസ് വരുന്നത് 1275 രൂപയാണ്. നമുക്ക് ഇതിന്റെ ഒരു ഷെയ്ഡും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ കാണുന്നത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതിന്റെ കളർ ചേഞ്ച് ആണ്. ഇതാണ് അതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ആ ഒരു കളർ ചേഞ്ച്. ഇതിനകത്ത് നമുക്കൊരു മെറൂൺ കളർ, ഡാർക്ക് മെറൂണിൽ നിന്ന് കോഫിയിലേക്ക് പോകുന്ന ആ ഒരു കളർ ഷെയ്ഡ് ഉണ്ടല്ലോ, അതാണ് ഇതിനകത്ത് വരുന്നത്. ഇത്രയും വീതിയിലാണ് ഇതിന്റെ ആ ഒരു ബോർഡർ വരുന്നത് കേട്ടോ. സ്കേർട്ടിന്റെ ആ ഒരു കളർ ഷെയ്ഡ് എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഇതുപോലെ ഇത്രയും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. എല്ലാവർക്കും കുറേ വണ്ണമുള്ളവർക്ക് എല്ലാം കിട്ടും കേട്ടോ. കാരണം ഇത്രയും ഫ്ലെയർ ആയിട്ടാണ് അത് വരുന്നത്. ഇതിലും നമുക്കിങ്ങനെ കെട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നല്ല ഫ്ലെയർ ആയിട്ട് കുറേ നല്ല ഭംഗിയായിട്ടുള്ള പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. റെഡി ടു സ്റ്റിച്ച് ആണ്. നമുക്ക് ബ്ലൗസ് മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി, ബാക്കി എല്ലാം സ്റ്റിച്ചഡ് ആണ് കേട്ടോ. ഇതിന്റെ ബ്ലൗസ് പീസ് പെയർ ചെയ്യുന്നത് ഇതുപോലെയാണ്. ഇങ്ങനെ സെയിം സ്കേർട്ടിലുള്ള ബോർഡറിൽ ചെയ്തിരിക്കുന്ന സെയിം മെറ്റീരിയൽ തന്നെയാണ് ബ്ലൗസ് പീസ് നല്ല റിച്ച് ആയിട്ടാണ് വരുന്നത് കേട്ടോ. നല്ല കോപ്പറിന്റെ ചെറിയ വീവിംഗ് ആണ് കംപ്ലീറ്റ് പോകുന്നത്. അതിൻ്റെ ഉള്ളിൽ ത്രെഡിന്റെ വർക്കും വരുന്നുണ്ട്. ഇതാണ് അതിന്റെ ശരിക്കും അതിന്റെ കളർ കണ്ടോ. ഷോള് വരുന്ന ഇതാണ്. ആ ഒരു ബ്ലൗസിന്റെ സെയിം മെറ്റീരിയൽ കൊണ്ട് ഒരു ചെറിയൊരു പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. ബോർഡർ ആയിട്ട് ചെറിയൊരു വലിയ വീതിയിലല്ല ഇങ്ങനെ കൊടുക്കുന്നു. ഷോള് വരുന്ന വിചിത്ര സിൽക്കാണ്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാനും പറ്റും. ഇവൻ കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ ആ ഒരു ഫംഗ്ഷൻ എല്ലാം അവർക്ക് തന്നെ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. കാരണം മെറ്റീരിയൽ അത്രയും സോഫ്റ്റ് ആണ്, അത്രയും കംഫർട്ടബിൾ ആണ്. അതുകൊണ്ട് അപ്പോൾ ഇതിന്റെ പ്രൈസ് സെയിം തന്നെയാണ്. നമുക്ക് ഇനി അടുത്തത് നോക്കാം. നമ്മുടെ നെക്സ്റ്റ് സെറ്റ് വരുന്നത് നല്ലൊരു പ്യുവർ കോട്ടണിലാണ് വരുന്നത് കേട്ടോ. ഓഫ് വൈറ്റ് കളർ ഷെയ്ഡിൽ നല്ല പ്യുവർ കോട്ടൺ ആയിട്ടാണ് സ്കേർട്ട് ചെയ്തേക്കുന്നത്. ഇതുപോലെയാണ് അതിന്റെ പാറ്റേൺ വരുന്നത്. ഇങ്ങനെ എൻഡിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് ചെറുതായിട്ട് വന്ന് വലുതിലേക്ക് എൻഡിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി വലിയായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വരുന്നത്. ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള കോപ്പറിന്റെ ചെറിയിൽ വരുന്ന ഒരു വീവിംഗ് വരുന്നുണ്ട്. ഏറ്റവും എൻഡിൽ ഇതുപോലെ ചെറിയൊരു പൈപ്പിംഗ് പോലെ ഒരു മെറൂൺ ഷെയ്ഡാണ് കൊടുത്തേക്കുന്നത്. കാരണം ഈ മെറൂൺ ഷെയ്ഡാണ് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അനുസരിച്ച് ചെയ്തേക്കുന്നത് ഇതാട്ടോ. നല്ല ഫ്ലെയർ ആയിട്ട് ചെയ്തേക്കുന്ന സെറ്റ് തന്നെയാണ്, സ്കേർട്ടാണ് കേട്ടോ. ഇതായിട്ട് ഇതുപോലെ കുറച്ചുകൂടിയൊക്കെ ഇച്ചിരി വെയിറ്റ് കൂടിയ ആൾക്കാർക്കൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ ഇതിൻ്റെ എൻഡിൽ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്താണ് ഇത് വെച്ചേക്കുന്നത് കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെയാണ് ഞാൻ ചിന്നുവിന് ജസ്റ്റ് വെച്ച് കാണിക്കാം.
ജസ്റ്റ് നിങ്ങൾക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് വേഗം, കാരണം സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഇനിയുള്ള നമുക്ക് തിരക്കായിരിക്കും, സ്റ്റിച്ചിങ് ചാർജ് എല്ലാം കൂടുതലും നമുക്ക് സ്കേർട്ടൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതുപോലെ റെഡി ആയിട്ട് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് എളുപ്പമല്ലേ, വേഗം ചെയ്യാവുന്നതേ ഉള്ളൂ. ബ്ലൗസ് മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതിയല്ലോ. ഇതാണ് സ്കേർട്ട് വരുന്നത്. അതിൻ്റെ ഷോൾ, സ്കേർട്ടിൻ്റെ ലെങ്ത് നമുക്ക് 41 വരെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. ഷോൾ വരുന്നത് ഇതുപോലെയാണ്. സെയിം മെറ്റീരിയലും സെയിം കളർ ഷെയ്ഡിലും തന്നെ വരുന്നു. നമുക്ക് ആ സ്കേർട്ടിൽ വരുന്ന സെയിം ബോർഡേഴ്സ് തന്നെയാണ് ഷോളിലും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സൈഡിൽ ചെറിയൊരു ബോർഡർ മെറൂൺ കളറിൽ, സെക്കൻഡ് ബോർഡർ, പിന്നെ ആ ഒരു പ്രിന്റുകൾ മയിൽപ്പീലിയുടെ പ്രിന്റുകളാണ് വരുന്നത്. അത് ഇതുപോലെ കൊടുക്കുന്നുണ്ട്. ഇത് ഷോൾ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. റഫായിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ വരും. നല്ല കോട്ടൺ മെറ്റീരിയൽ. ഇപ്പോൾ ടിഷ്യൂ ഒന്നും വെയർ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അതുപോലെ ബ്ലൗസ് പീസ് വരുന്നത് മെറൂൺ ഷെയ്ഡിൽ പ്ലെയിൻ ആയിട്ട് തന്നെയാണ്. ഇതിനകത്ത് മെറൂൺ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ചെറിയൊരു വർക്കൊക്കെ സ്ലീവിൽ കൊടുക്കുവാണെങ്കിൽ നന്നായിട്ടിരിക്കും. ഇവിടെയൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ഗോൾഡൻ ഷെയ്ഡിലോ അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലോ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയൊരു പൈപ്പിംഗ് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ട് മെറൂൺ ഷെയ്ഡാണ് ബ്ലൗസ് പീസ് വരുന്നത്. സെമി സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. എന്താ ഷോളിൻ്റെ ലെങ്ത് പറയാൻ വിട്ടുപോയി. 2.8 2.80 വരെ ഷോളിന് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറ്റേതിനൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒന്ന് കുറവാണ്, 2.50 വരുന്നത്. ഇതിന് 80 2.8 വരെ വരുന്നുണ്ട് ഷോൾ ലെങ്ത് വരുന്നത്. ഇത് ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതിന്റെ പ്രൈസ്, സെറ്റിന്റെ പ്രൈസ് വരുന്നത് 2550 കേട്ടോ പ്രൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റ് നോക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്ന ടിഷ്യൂല് വരുന്ന സ്കേർട്ടുകളാണ് കേട്ടോ. ടിഷ്യൂലാണ് ഇനി മുതൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന് പ്ലെയിൻ ആയിട്ട്, സിമ്പിൾ ആയിട്ട് പ്ലെയിൻ ആയിട്ട് വരുന്ന ടിഷ്യൂ സ്കേർട്ടാണ് വരുന്നത് കേട്ടോ. എല്ലാം റെഡി ടു വെയർ തന്നെയാണ്. ഇതുപോലെ ഇത് കണ്ടോ, സ്റ്റിച്ചഡ് ആണ് കേട്ടോ. നല്ല ഫ്ലെയർ ആയിട്ട് വരുന്നുണ്ട്. എൻഡിൽ ഇതുപോലെ നല്ല നമ്മുടെ ആ ഒരു ഗോൾഡൻ കര വരുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെയാണ് സ്കേർട്ട് വരുന്നത്. അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഡോറീസ് അവൈലബിൾ ആണ്. ബാക്ക് സൈഡും എല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നു. ഇതുപോലെ ഇതിന്റെ ഷോൾ വരുന്നത് ഇതാണ് കേട്ടോ. ഇതും പ്ലെയിൻ ആയിട്ട് തന്നെ, കാരണം സ്കേർട്ട് പ്ലെയിൻ ആയിട്ട് വരുന്നു, ഷോളും പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. നമുക്ക് മുന്താണി എൻഡിൽ ഇതുപോലെ ആ ഒരു ഗോൾഡൻ കര ഒന്നൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഗോൾഡൻ കര കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ബോർഡേഴ്സും വരുന്നുണ്ട്, രണ്ട് സൈഡിലും ബോർഡറും വരുന്നുണ്ട്. ഇതാണ് ഷോൾ വരുന്നത്. ഷോളും ടിഷ്യൂല് തന്നെയാണ് വരുന്നത്. പേര് ചെയ്തിരിക്കുന്ന ബ്ലൗസ് പീസ് ഇതുപോലെ ഇതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് കൊടുക്കുന്നത്. രണ്ട് സ്ലീവിലും നമുക്ക് ഈ ഒരു പാറ്റേണിങ്ങിന് ഗോൾഡന്റെ ഒരു സ്റ്റോൺ വർക്ക് ആണ് വരുന്നത്. സ്ലീവിന്റെ രണ്ട് സൈഡിലും കൊടുക്കാനുള്ളത് വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സെറ്റ് വരുന്നത്. പ്രൈസ് വരുന്നത് 1395 കേട്ടോ. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ടിഷ്യൂല് തന്നെയാണ് വരുന്നത്. ഇതുപോലെ അതിനകത്ത് കുറച്ച് പ്രിന്റുകളോട് കൂടിയിട്ടാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ആ ഒരു കൊന്നപ്പൂവില്ലേ, അതിന്റെ ഒരു പാറ്റേൺ ആണ് ഇതുപോലെ ബോർഡർ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ഒരു യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ ആണ് അതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ഗോൾഡൻ കര എൻഡിൽ വരുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് മേളിലേക്ക് ഇവിടം വരെ ആ ഒരു പാറ്റേൺ ഇങ്ങനെ ഗെറി പ്രിന്റുകൾ വരുന്നുണ്ട് കേട്ടോ. ഗ്രീൻ ഷെയ്ഡിൽ ഇതുപോലെ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തതാണ്. ഇത് ഡോറീസ് അവൈലബിൾ ആണ് സൈഡിൽ. ഇതിന്റെ ഷോൾ വരുന്നത് ഇതുപോലെ ടിഷ്യൂല് തന്നെയാണ് വരുന്നത്. ആ ഒരു ഗോൾഡൻ കര പ്ലസ് ഇതിന്റെ ഒരു ബോർഡർ, നമ്മൾ സ്കേർട്ടിൽ കണ്ട അതേ ബോർഡർ തന്നെ ആ ഒരു കണിക്കൊന്നയുടെ ഇതുപോലെ വരുന്നുണ്ട്. രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട് കേട്ടോ. ഓപ്പോസിറ്റ് സൈഡും ബോർഡർ വരുന്നുണ്ട്. ഇതാണ് ഷോൾ വരുന്നത്. അതുപോലെ എൻഡിൽ ഇതുപോലെ ഗോൾഡൻ കുറച്ചുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് ആ ഒരു നമ്മുടെ സെറ്റ് സാരിയിലൊക്കെ വരുന്ന ആ ഒരു സെയിം ബോർഡർ തന്നെ ഇവിടെ വരുന്നുണ്ട്. ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ്. ആ ഒരു ഗ്രീൻ ഷെയ്ഡിൽ പെയർ ചെയ്തേക്കുന്ന ബ്ലൗസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ഒരു കോമ്പിനേഷനിൽ വരുന്ന ബ്ലൗസ് പീസ് ഉണ്ടെങ്കിൽ അത് പെയർ ചെയ്താലും മതി. പ്ലെയിൻ ആയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്, ഗ്രീൻ കളറിൽ കേട്ടോ. ഇതുപോലെയാണ്. ഇതിന്റെ പ്രൈസ് സ്ക്രീനിൽ ഉണ്ടാവും കേട്ടോ. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ടിഷ്യൂല് തന്നെ പ്ലെയിൻ ആയിട്ടുള്ള സ്കേർട്ടാണ് കേട്ടോ. വേറെ ഒന്നും ഇതിനകത്ത് വരുന്നില്ല. ആ ഒരു കസവിന്റെ ബോർഡർ മാത്രമേ വരുന്നുള്ളൂ. നല്ല ഫ്ലെയർ ആയിട്ട് ടിഷ്യൂല് വരുന്ന സ്കേർട്ടാണ്. ഇതുപോലെയാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. ഇതിന്റെയും ഷോൾ വരുന്നതും പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ആ ഒരു കസവ് ബോർഡർ എല്ലാത്തിലും വരുന്നുണ്ട്, രണ്ട് സൈഡിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ മുന്താണിയുടെ എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് സാരിയൊക്കെ വരുന്നത് അതുപോലെ തന്നെ വലിയ ചെറുതായിട്ട് പിന്നെ ഒരു വലിയ വീതിയിൽ ഒരെണ്ണം വരുന്നുണ്ട്. പിന്നെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ചെറിയൊരു ബോർഡർ വീണ്ടും വരുന്നുണ്ട്. ഇതാണ് ഷോൾ വരുന്നത്. പ്ലെയിൻ ആയിട്ടാണ് എല്ലാം വരുന്നത്. ഇതിനായിട്ട് കോമ്പിനേഷൻ കൊടുക്കുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്കിൽ സെമി സിൽക്കാണ് ഫാബ്രിക്. ഇതുപോലെ സ്ലീവില് രണ്ട് സ്ലീവിലും നമുക്ക് ഈ ഒരു സ്റ്റോൺ വർക്കും കൂടെ ചെയ്ത് അങ്ങനെയാണ് വരുന്നത്. സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് വേറെ പെയർ ചെയ്യാം. കാരണം ഇത് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. കാരണം ഈ സ്കേർട്ടും ഷോളും പ്ലെയിൻ ആയിട്ട് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ കയ്യിലുള്ളത് വേണമെങ്കിൽ അങ്ങനെയും പെയർ ചെയ്യാം, ഒരു കുഴപ്പമില്ല കേട്ടോ. സെറ്റിന്റെ പ്രൈസ് വരുന്നത് 1395 നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ടിഷ്യൂല് തന്നെയാണ് വരുന്നത്. ഇതുപോലെ ഇതിന്റെ ആ ഒരു പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഒരു ആലിലയും അതിനകത്തൊരു ഓടൽ കുഴലുമായിട്ട് നല്ല രസമല്ലേ കാണാനായിട്ട്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു കസവിന്റെ ബോർഡർ വരുന്നുണ്ട്. നല്ല ഫ്ലെയർ ആയിട്ടുള്ള സ്കേർട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതുപോലെ ഇങ്ങനെ വരും. ഇതിന്റെ ഷോൾ വരുന്നത് ആ ഒരു ടിഷ്യൂല് തന്നെ ഇതുപോലെ നമ്മുടെ ആ ഒരു സ്കേർട്ടിൽ വരുന്ന അതേ സെയിം പാറ്റേൺ തന്നെ ബോർഡർ ആയിട്ട് ഇതിനകത്തും കൊടുക്കുന്നുണ്ട്. നല്ല രസം, നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. അതിന്റെ ആ ഒരു
ഗ്രീൻ കളറിന്റെ ഉള്ളിൽ ആ ഒരു മാംഗോ യെല്ലോ ഷെയ്ഡും കൂടെ ഒക്കെ വന്നിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഷോളിന്റെ ആ ഒരു എൻഡിലും ഇതുപോലെ ആ കസവ് ബോർഡർ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും വീതിയിലാണ് കേട്ടോ അത് വരുന്നത്. ഇതുപോലെ ഇതിനകത്ത് ബ്ലൗസ് പീസ് ചെയ്തിരിക്കുന്ന കോൺട്രാസ്റ്റ് ആയിട്ട് ഇതുപോലെയാണ്. മെറൂൺ ഷെയ്ഡിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ആ ഒരു സ്റ്റോൺ വർക്ക് ആണ് വരുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഗ്രീൻ ഷെയ്ഡോ മാംഗോ യെല്ലോ ഷെയ്ഡോ ബ്ലൗസ് ഇതിനകത്ത് പെയർ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയാണ് വരുന്നത്. സെറ്റിന്റെ പ്രൈസ് വരുന്നത് 1889 രൂപയാണ് കേട്ടോ. നമുക്ക് അടുത്ത നെക്സ്റ്റ് വരുന്നത് ടിഷ്യൂല് തന്നെയാണ് വരുന്നത്. ഇതുപോലെയാണ് സ്കേർട്ട് വരുന്നത് കേട്ടോ. നല്ല രസമാണ്. ഇതിനകത്ത് ഒരു തുളസി കതിര് ലീഫും വരുന്നുണ്ട്, ആ ഒരു ഫ്ലവറും വരുന്നുണ്ട്. രണ്ടും കൂടെ കൂടിയിട്ടുള്ള ആ ഒരു പാറ്റേൺ പ്രിന്റുകളാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ കസവിന്റെ ബോർഡർ വരുന്നുണ്ട്. ഇതുപോലെ മേലേക്ക് വരെ ഇങ്ങനെ ചെറിയൊരു പ്രിന്റ് ലീഫ് മാത്രമായിട്ട് ഇങ്ങനെ ഗ്രീൻ കളറിൽ മാത്രം ഇതുപോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഫിനിഷിങ്ങിൽ ചെയ്തിരിക്കുന്ന സ്റ്റിച്ചിങ് ആണ്. നല്ല വൈഡ് കുറെ ഇങ്ങനെ വരും. വിഡ്ത്ത് നല്ലതായിട്ടുണ്ട്. ഡോറീസ് അവൈലബിൾ ആണ്. ബാക്ക് സൈഡിലും ഇതുപോലെ സെയിം തന്നെയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഷോൾ വരുന്നത് നമ്മൾ ആ സ്കേർട്ടിൽ കണ്ട സെയിം ബോർഡർ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഷോളിലും രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട്. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. അതിന്റെ കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ള ശരിക്കുള്ള ആ ഒരു ഷെയ്ഡ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ടിഷ്യൂ ആണ് ഫാബ്രിക് വരുന്നത്. ഇതിന്റെ ഈ സൈഡിലും എല്ലായിടത്തും ഇതുണ്ടോ ഇങ്ങനെ ഇവിടെയും വരുന്നുണ്ട് ആ ഒരു പ്രിന്റ്. ഇങ്ങനെ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിനകത്ത് ഗ്രീൻ ഷെയ്ഡ് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഷെയ്ഡും ബ്ലൗസ് വേണമെങ്കിൽ പെയർ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ കൂടെ നമുക്ക് വരുന്നത് ഗ്രീൻ കളറിലാണ് കേട്ടോ. സ്ലബ് ആണ് മെറ്റീരിയൽ വരുന്നത്. പ്ലെയിൻ ആയിട്ടാണ് ബ്ലൗസ് പീസ് പെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളെങ്കിൽ ഈ ഒരു ഷെയ്ഡ് വൈൻ ഷെയ്ഡ് ആണെങ്കിലും നിങ്ങൾക്ക് പെയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന്റെ പ്രൈസ് വരുന്നത് 1755 രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഐറ്റം ഇതാണ് കേട്ടോ. ഇന്നത്തെ ധാവണിയുടെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റം സ്ക്രീനിൽ കാണുന്ന 3 നമ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ. വെബ്സൈറ്റിൽ നിന്ന് വാങ്ങണമെന്നുള്ളവർക്ക് ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ഫോട്ടോസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.